എനിക്ക് ചോദിക്കാനുള്ളത്, നേരത്തെ ഹനീഫ മൗലവി ഒരുപാട് ആൾക്കാർ സംസാരിച്ചൊരു വിഷയം, ജബ്ബാർ മൗലവി എഴുതിയ ആ ലേഖനം എനിക്ക് തോന്നുന്നത് 2007 മറ്റോ ആണ്, 2007. ഇന്ന് വരെ ഈ 2012 ജൂലൈ ഈ അവസാനമായിട്ട് ആ വാചകം, അതായത് ജബ്ബാർ മൗലവി എഴുതിയ വാചകം ശിർക്കാണ് എന്ന് കേട്ടത് ഈ അടുത്ത് നടന്ന മൂവാറ്റുപുഴ സംവാദത്തിൽ മാത്രമായിരുന്നു. എന്തുകൊണ്ടായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിലെ നേതാക്കന്മാർ, അതിലെ പ്രാസംഗികന്മാർ ഇന്ന് വരെ ആ ഒരു വാചകം അല്ലെങ്കിൽ ആ ശിർക്കാണെന്നുള്ള കാര്യം മൂടിവെക്കുകയും ആ ജബ്ബാർ മൗലവിക്ക് അനുകൂലമായി സംസാരിക്കുക പോലും ചെയ്ത ഈ അടുത്ത് നടന്ന ഒരു പ്രസംഗത്തിൽ അനസ് മൗലവിയുടെയും ഹനീഫ് കായക്കുടയുടെയും പ്രസംഗത്തിൽ ജബ്ബാർ മൗലവി ഇരുത്തിക്കൊണ്ട് ആ വാദത്തെ ന്യായീകരിക്കുന്ന ചില വാചകങ്ങൾ കേൾക്കാൻ ഇടയായി. എനിക്ക് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് ഇന്ന് വരെ 5 വർഷത്തിനിടയിൽ ഇന്ന് വരെ അത് ശിർക്കാണെന്നൊരു വാദം, ഷിർക്കിന്റെ ആ ഗൗരവവും മറ്റും ഒരുപാട് നമ്മളെ മുജാഹിദ് പ്രാസംഗികന്മാർ തന്നെ പറയുന്നതാണ്. ഒരു അണുമണി തൂക്കം ശിർക്കുണ്ടായാൽ, ഞാൻ ബാക്കി പറയേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങനത്തെ ഒരു കാര്യം, ഒരു മിനിറ്റ് ചോദിക്കട്ടെ, ഉത്തരത്തിന് ഒരുപാട് സമയം എടുത്തല്ലോ. അങ്ങനത്തെ ഒരു കാര്യം എന്തുകൊണ്ട് അണികൾ നിങ്ങൾ പറഞ്ഞില്ല? ഇങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിച്ച് ജനങ്ങളെ വസ്വാസാക്കുന്ന രീതി ഒഴിവാക്കിയിട്ട് അന്ന് മുതൽ തന്നെ ഈ കാര്യം നിങ്ങൾ വെട്ടുതുറന്ന് പറയാൻ ധൈര്യം കാണിച്ചിരുന്നെങ്കിൽ ഇന്നും ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമായിരുന്നില്ല. ഒരു കാര്യം കൂടി, പിന്നെ വേറൊരു കാര്യം, നമ്മുടെ മണ്ണാർക്കാട് ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ, നിങ്ങൾ ഇപ്പൊ വന്നതാണോ അതല്ല തുടക്കം മുതലേ ഉണ്ടാ? കുറച്ചു നേരം ഇല്ല. അതാണ് അനസ് മൗലവിയും ഞാനും എന്ത് പ്രസംഗിച്ചു എന്ന് നേരത്തെ ഇവിടെ വിശദീകരിച്ചതാണ്. അതാണല്ലോ നിങ്ങളെ ചോദ്യം. ഒന്ന്. രണ്ടാമത്തത്, എന്തുകൊണ്ട് ഇതുവരെ പറഞ്ഞില്ല എന്നല്ലേ? ഇക്കാലം വരെ പറഞ്ഞിട്ടുണ്ട്, ഒരു വേദിയിലും ശിർക്കല്ല, ജബ്ബാർ മൗലവിയുടെ വാദം ശിർക്കല്ല എന്ന് ഒരു മുജാഹിദ് പണ്ഡിതനും പറഞ്ഞിട്ടില്ല. ശിർക്കല്ല, അബോധികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്? ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്? ഒരു വേദിയിലും ശിർക്കല്ല, ജബ്ബാർ മൗലവിയുടെ വാദം ശിർക്കല്ല എന്ന് ഒരു മുജാഹിദ് പണ്ഡിതനും പറഞ്ഞിട്ടില്ല. ശിർക്കല്ല, അബോധികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്? ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്? ഇയാൾക്ക് മാത്രമല്ല, ജബ്ബാർ മൗലവിയെ ന്യായീകരിക്കുന്ന ആരൊക്കെയുണ്ടോ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്കും, ഇയാൾക്ക് മാത്രമല്ല, ജബ്ബാർ മൗലവിയെ ന്യായീകരിക്കുന്ന ആരൊക്കെയുണ്ടോ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്കും ഇന്ന് വരെ, ഈ സമയം വരെ നിലപാട് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇയാൾക്ക് മാത്രമല്ല, ജബ്ബാർ മൗലവിയെ ന്യായീകരിക്കുന്ന ആരൊക്കെയുണ്ടോ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്കും ഇന്ന് വരെ, ഈ സമയം വരെ നിലപാട് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന ജബ്ബാർ മൗലവിയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്ന വാചകം തെറ്റാണെങ്കിൽ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം തിരുത്തുമെന്ന ബോധ്യത്തോടെ ഞാൻ പറയുകയാണ്, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്നോ, ഒരാൾക്ക് പ്രയാസം നേരിട്ടാൽ ജിന്നിനോട് സഹായം തേടാമെന്നോ ഒരു വാദം ഇസ്ലാഹി പ്രസ്ഥാനം പറയില്ല, പറഞ്ഞിട്ടില്ല, പറയുകയില്ല, പറയുമെന്ന് പറയാൻ പോലും സാധ്യമല്ല. ഇയാൾക്ക് മാത്രമല്ല, ജബ്ബാർ മൗലവിയെ ന്യായീകരിക്കുന്ന ആരൊക്കെയുണ്ടോ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്കും ഇന്ന് വരെ, ഈ സമയം വരെ നിലപാട് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇതുകൊണ്ട് ജബ്ബാർ മൗലവി ഉദ്ദേശിക്കുന്നത് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ എങ്ങനെ തേടാമെന്നോ അല്ലെങ്കിൽ ജിന്നെ സഹായിക്കണമെന്ന് പറയാമെന്നോ മലക്കെ രക്ഷിക്കണമെന്ന് വിളിച്ചു പറയാമെന്നോ ഒന്നും ആ പരാമർശത്തിലില്ല. ഇയാൾക്ക് മാത്രമല്ല, ജബ്ബാർ മൗലവിയെ ന്യായീകരിക്കുന്ന ആരൊക്കെയുണ്ടോ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്കും ഇന്ന് വരെ, ഈ സമയം വരെ നിലപാട് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇതുകൊണ്ട് ജബ്ബാർ മൗലവി ഉദ്ദേശിക്കുന്നത് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ എങ്ങനെ തേടാമെന്നോ അല്ലെങ്കിൽ ജിന്നെ സഹായിക്കണമെന്ന് പറയാമെന്നോ മലക്കെ രക്ഷിക്കണമെന്ന് വിളിച്ചു പറയാമെന്നോ ഒന്നും ആ പരാമർശത്തിലില്ല. അഥവാ ആ ഏപ്രിൽ 2007 പുറത്തിറങ്ങിയ ഇസ്ലാഹ് മാസിക, ഈ ഇസ്ലാഹ് മാസികയിൽ ഈ സ്റ്റേജിൽ തന്നെയുള്ള അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ഒരു ലേഖനമുണ്ട്. ഇതുകൊണ്ട് ജബ്ബാർ മൗലവി ഉദ്ദേശിക്കുന്നത് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ എങ്ങനെ തേടാമെന്നോ
അല്ലെങ്കിൽ ജിന്നെ സഹായിക്കണമെന്ന് പറയാമെന്നോ മലക്കെ രക്ഷിക്കണമെന്ന് വിളിച്ചു പറയാമെന്നോ ഒന്നും ആ പരാമർശത്തിലില്ല. ഈ ഇസ്ലാഹ് അഥവാ ആ ഏപ്രിൽ 2007 പുറത്തിറങ്ങിയ ഇസ്ലാഹ് മാസിക, ഈ ഇസ്ലാഹ് മാസികയിൽ ഈ സ്റ്റേജിൽ തന്നെയുള്ള അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ഒരു ലേഖനമുണ്ട്. എന്താണ് ആ ലേഖനം എന്നറിയുമോ? നമ്മുടെ നാട്ടിലെ അറിയപ്പെട്ട ഒരു കുബൂരി പണ്ഡിതനായ അമ്പലക്കടവ് ഫൈസി, നേരത്തെ കണ്ട അമ്പലക്കടവ് ഫൈസി, അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച കൂട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന തൗഹീദ് ശരിയല്ല, ഭൗതികം എന്ന വ്യത്യാസം വെച്ചുകൊണ്ട്, അദൃശ്യം ദൃശ്യം എന്ന വ്യത്യാസം വെച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ആ വ്യാഖ്യാനം, ആ വിശദീകരണം ശരിയല്ല എന്ന് സമർത്ഥിച്ചുകൊണ്ട് ലേഖനം എഴുതിയപ്പോൾ ആ ലേഖനത്തിന് 1, 2, 3, 4 എന്നിങ്ങനെ അക്കമിട്ടുകൊണ്ട് ജബ്ബാർ മൗലവി മറുപടി പറയുമ്പോൾ ആ മറുപടിയിൽ വന്ന ഒരു പരാമർശത്തെ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ടാണ് ഈ ദുർവ്യാഖ്യാനം ഇവർ നടത്തുന്നത്. ഇവിടെ ഇരിക്കുന്ന ജബ്ബാർ മൗലവിയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്ന വാചകം തെറ്റാണെങ്കിൽ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം തിരുത്തുമെന്ന ബോധ്യത്തോടെ ഞാൻ പറയുകയാണ്, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്നോ ഒരാൾക്ക് പ്രയാസം നേരിട്ടാൽ ജിന്നിനോട് സഹായം തേടാമെന്നോ ഒരു വാദം ഇസ്ലാഹി പ്രസ്ഥാനം പറയില്ല, പറഞ്ഞിട്ടില്ല, പറയുകയില്ല, പറയുമെന്ന് പറയാൻ പോലും സാധ്യമല്ല. ഇയാൾക്ക് മാത്രമല്ല, ജബ്ബാർ മൗലവിയെ ന്യായീകരിക്കുന്ന ആരൊക്കെയുണ്ടോ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്കും ഇന്ന് വരെ, ഈ സമയം വരെ നിലപാട് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇയാൾക്ക് മാത്രമല്ല, ജബ്ബാർ മൗലവിയെ ന്യായീകരിക്കുന്ന ആരൊക്കെയുണ്ടോ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്കും പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലാണ് ചില ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് തെന്നിമാറിപ്പോയി ആദർശപരമായ വ്യതിയാനം സംഭവിച്ച് മാറിപ്പോകുന്നത്. അത്തരം ആളുകൾ ഇപ്പോൾ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രചാരണമാണ് മുജാഹിദുകൾക്ക് തന്നെ തൗഹീദിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട്, കാരണം അവര് ജിന്നുകളോട് പ്രാർത്ഥന നടത്താം, വിജനമായ പ്രദേശത്ത് എത്തിപ്പെട്ടാൽ ജിന്നിനോട് പ്രാർത്ഥന നടത്താമെന്ന് പറയുന്നവരാണ് എന്ന് മുജാഹിദുകൾക്ക് വാദമുണ്ട് എന്ന നിലയിലുള്ള പ്രചാരണം കുറച്ചു കാലമായി നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അതിന്റെ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് അത് വിശദീകരിക്കാനായി അനസ് മൗലവിയെ ക്ഷണിക്കുന്നു. പക്ഷെ കുന്നത്തേരെ സംവാദം നടന്നു, അതുപോലെ മുജാഹിദ് പ്രസ്ഥാനം മുഷിയാക്കന്മാരുമായി സംവാദങ്ങൾ നടത്തുന്നു. ഇത് കണ്ടപ്പോൾ ഹാലിളകിയ ഒരു വിഭാഗം, നമ്മുടെ നാട്ടിൽ അഡ്രസ് ഇല്ലാതെ പോയൊരു വിഭാഗം, അവർക്ക് വല്ലാത്ത പ്രയാസമായി. അവർ നാടുനീളെ പ്രചരിപ്പിച്ചു, ജിന്നിനോട് പ്രാർത്ഥിക്കാമോ എന്ന് കുന്നത്തേരി സംവാദത്തിൽ വെച്ച് ചോദിച്ചിട്ട് മുജാഹിദ് മൗലവിമാര് മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാടുനീളെ പ്രചരിപ്പിച്ചു. എന്ന് മാത്രമല്ല, ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരാണ് മുജാഹിദുകൾ എന്ന പച്ച നുണ നമ്മുടെ നാടുനീളെ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാന്യ സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഈ നുണ പ്രചരിപ്പിക്കുമ്പോൾ, ഈ കളവ് പ്രചരിപ്പിക്കുമ്പോൾ ഒരു കാര്യം തിരിച്ചറിയേണ്ടതുണ്ട്. എന്താണ് അതിനു വേണ്ടി അവർ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്? ഈ ഇസ്ലാഹാണ്. ഈ ഇസ്ലാഹ് അഥവാ ആ ഏപ്രിൽ 2007 പുറത്തിറങ്ങിയ ഇസ്ലാഹ് മാസിക, ഈ ഇസ്ലാഹ് മാസികയിൽ ഈ സ്റ്റേജിൽ തന്നെയുള്ള അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ഒരു ലേഖനമുണ്ട്. എന്താണ് ആ ലേഖനം എന്നറിയുമോ? നമ്മുടെ നാട്ടിലെ അറിയപ്പെട്ട ഒരു കുബൂരി പണ്ഡിതനായ അമ്പലക്കടവ് ഫൈസി, നേരത്തെ കണ്ട അമ്പലക്കടവ് ഫൈസി, അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച കൂട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന തൗഹീദ് ശരിയല്ല, ഭൗതികം എന്ന വ്യത്യാസം വെച്ചുകൊണ്ട്, അദൃശ്യം ദൃശ്യം എന്ന വ്യത്യാസം വെച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ആ വ്യാഖ്യാനം, ആ വിശദീകരണം ശരിയല്ല എന്ന് സമർത്ഥിച്ചുകൊണ്ട് ലേഖനം എഴുതിയപ്പോൾ ആ ലേഖനത്തിന് 1, 2, 3, 4 എന്നിങ്ങനെ അക്കമിട്ടുകൊണ്ട് ജബ്ബാർ മൗലവി മറുപടി പറയുമ്പോൾ ആ മറുപടിയിൽ വന്ന ഒരു പരാമർശത്തെ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ടാണ് ഈ ദുർവ്യാഖ്യാനം ഇവർ നടത്തുന്നത്. ഇവിടെ ഇരിക്കുന്ന ജബ്ബാർ മൗലവിയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്ന വാചകം തെറ്റാണെങ്കിൽ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം തിരുത്തുമെന്ന ബോധ്യത്തോടെ ഞാൻ പറയുകയാണ്, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്നോ ഒരാൾക്ക് പ്രയാസം നേരിട്ടാൽ ജിന്നിനോട് സഹായം തേടാമെന്നോ ഒരു വാദം ഇസ്ലാഹി പ്രസ്ഥാനം പറയില്ല, പറഞ്ഞിട്ടില്ല, പറയുകയില്ല, പറയുമെന്ന് പറയാൻ പോലും സാധ്യമല്ല.
ആ നിലക്ക് കൃത്യമായി ബോധ്യപ്പെട്ട തെളിവുകൾ കൊണ്ട് മുജാഹിദുകൾ സമർത്ഥിക്കുന്ന കാര്യമാണ്. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം തൗഹീദ് പറയുമ്പോൾ, ദൃശ്യാദൃശ്യ വിശദീകരണം നടത്തുമ്പോൾ, കാര്യകാരണ ബന്ധങ്ങൾ വിശദീകരിക്കുമ്പോൾ, അഭൗതിക ഭൗതിക വ്യത്യാസങ്ങളെ വിശദീകരിക്കുമ്പോൾ, അങ്ങനെ കാര്യങ്ങളെ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ ദുർവ്യാഖ്യാനങ്ങളുമായി കടന്നു വരുന്നവർക്ക് ചുട്ട മറുപടി മുജാഹിദ് പണ്ഡിതന്മാർ മുമ്പും നൽകാറുണ്ട്, ഇപ്പോഴും നൽകാറുണ്ട്, എന്നും നൽകാറുണ്ട്. അങ്ങനെ പൊതുവായി എല്ലാവരും നൽകാറുള്ള ഒരു മറുപടിക്ക് സമാനമായ മറുപടി ജബ്ബാർ മൗലവി നൽകിയപ്പോൾ സാധാരണക്കാർക്ക് അവർക്കിടയിൽ വസ്വാസ് ഉണ്ടാക്കാൻ എളുപ്പമാണ് എന്ന് മനസ്സിലാക്കി സന്ദർഭത്തിൽ നിന്ന് ആ ലേഖനത്തിന്റെ ഒരു പരാമർശത്തെ അടർത്തി മാറ്റിക്കൊണ്ട് ദുർവ്യാഖ്യാനിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഊരു ചുറ്റുന്ന മടവൂരികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാണ് ആ പരാമർശം എന്നറിയുമോ? ഞാൻ വ്യക്തമായി വായിച്ചു കേൾപ്പിക്കാം. എന്താണ് ആ പരാമർശം? പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വടിയെറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ, പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ബ്രാക്കറ്റിൽ മനുഷ്യൻ മലക്ക് ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നിലച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിലില്ല. ഇതുകൊണ്ട് ജബ്ബാർ മൗലവി ഉദ്ദേശിക്കുന്നത് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ എങ്ങനെ തേടണമെന്നോ തേടാമെന്നോ അല്ലെങ്കിൽ ജിന്നെ സഹായിക്കണേ എന്ന് പറയാമെന്നോ മലക്കെ രക്ഷിക്കണേ എന്ന് വിളിച്ചു പറയാമെന്നോ ഒന്നും ആ പരാമർശത്തിലില്ല. നേരെ മറിച്ച് ഭൗതിക അഭൗതിക വ്യത്യാസം എന്ത് എന്ന് വിശദീകരിച്ചു കൊടുക്കുവാൻ വേണ്ടി നടത്തിയ ഒരു പരാമർശത്തെ സന്ദർഭത്തിൽ നടത്തി മാറ്റി ജിന്നുകളോട് സഹായം തേടാം, പ്രാർത്ഥിക്കാം എന്ന് ജബ്ബാർ മൗലവി പറഞ്ഞു എന്ന പച്ചനുണ പറഞ്ഞു പരത്തുകയാണ് യഥാർത്ഥത്തിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇത് ജബ്ബാർ മൗലവി മാത്രം നടത്തിയ ഒരു പരാമർശമാണോ? ജബ്ബാർ മൗലവി മാത്രം നടത്തിയ പരാമർശമാണോ? അല്ലെങ്കിൽ ആ വാചകം ശിർക്കാണോ? അതല്ല എല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന എന്നതിലേക്കുള്ള സൂചനയാണോ? അങ്ങനെ സൂചനയാണ് എന്ന് സമ്മതിക്കുകയാണെങ്കിൽ മറുപടി പറഞ്ഞു തരേണ്ട ഒന്ന് രണ്ട് പ്രശ്നങ്ങളുണ്ട്. എന്താണ് ഒരു പ്രശ്നമെന്നറിയുമോ? എന്റെ കയ്യിലുള്ള പുസ്തകം പ്രാർത്ഥനാ തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി എന്ന പേരിൽ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ശബാബിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യോത്തര പടക്തി, ആ പടക്തിയിൽ അദ്ദേഹം നൽകിക്കൊണ്ടിരുന്ന മറുപടികൾ ക്രോഡീകരിച്ചുകൊണ്ട് യുവത പുറത്തിറക്കിയ പുസ്തകമാണ് പ്രാർത്ഥനാ തൗഹീദ് എന്ന പുസ്തകം. ഈ പുസ്തകത്തിൽ ജബ്ബാർ മൗലവി എഴുതിയ വാചകം, ആ വാചകം അങ്ങനെ തന്നെ ചെറിയ മുണ്ടം എടുത്തു ധരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കോട്ട് ചെയ്യുന്നതല്ല, നേരെ മറിച്ച് ആ ആശയം തന്നെ ചെറിയ മുണ്ടം എഴുതുന്നു. എന്താ വാചകം കേട്ടോളൂ. ജിന്നുകൾക്ക് അള്ളാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിന് അതീതമെങ്കിലും അതിനെ അഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല. അഭൗതികമായ കഴിവെന്ന് പറയുമ്പോൾ നാം ഉദ്ദേശിക്കുന്നത് അള്ളാഹു സൃഷ്ടികൾക്ക് ആർക്കും കൊടുക്കാത്ത കഴിവാണ്. ഇങ്ങനെ ജിന്നുകളുടെ കഴിവിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഈ പുസ്തകത്തിന്റെ തന്നെ 103-ാമത്തെ പേജിൽ വീണ്ടും പറയുകയാണ്, അതുപോലെ വിജനപ്രദേശത്തുണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. ഇതാരാ പറയുന്നത്? ചെറിയ മുണ്ടം. എന്താ പറഞ്ഞത്? ജബ്ബാർ മൗലവി പറഞ്ഞ വാചകം, ആ വാചകം മറ്റൊരു രൂപത്തിൽ പറയുകയാണ്, കേട്ടോളൂ. വിജനപ്രദേശത്തുണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അപ്പോൾ അത് പ്രാർത്ഥനയാണെന്ന് പറയാൻ പറ്റുമോ, അഭൗതികമെന്ന് പറയാൻ പറ്റുമോ എന്ന ചർച്ചയാണ് ചെറിയ മുണ്ടം അവിടെ നടത്തുന്നത്. എന്നാൽ സന്ദർഭത്തിൽ നിന്ന് അത് അടർത്തി മാറ്റി, കണ്ടോ മടവൂരി നേതാവായ ചെറിയ മുണ്ടം ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു, മലക്കിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു എന്ന് നാടുനീളെ പ്രചരിപ്പിച്ചാലോ? ഇനി അതുകൊണ്ട് അവസാനിച്ചോ? ഇല്ല. മടവൂരികളുടെ തന്നെ അറിയപ്പെട്ട നേതാവായ സലാം സുല്ലമി അദ്ദേഹം ശബാബിൽ എഴുതിയ ലേഖനമാണ്. ആ ലേഖനത്തിൽ എന്താണുള്ളതെന്നറിയോ? നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം, ഹാജറ ബീവിയുടെ സംഭവം. ഹാജറ ബീവി ആ മക്ക എന്ന പ്രദേശത്ത്, ആ വിജനമായ പ്രദേശത്ത്, ഒരു ചെടി പോലും ഇല്ലാത്ത, ഒരൽപ്പം വെള്ളമില്ലാത്ത പ്രദേശത്ത് തന്റെ പിഞ്ചോമനയുമായി ഒറ്റപ്പെട്ടു പോയി. നമുക്കറിയാം, സഫാ മർവക്കിടയിൽ ഹാജറ ബീവി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി, കുട്ടിക്ക് ഒരൽപ്പം വെള്ളത്തിന് വേണ്ടി. ആ സമയത്ത് ഒരു ശബ്ദം കേട്ടു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആയിരുന്നു അത്. ആ ശബ്ദം പുറപ്പെടുവിക്കപ്പെട്ട സ്ഥാനത്തേക്ക് തിരിഞ്ഞിട്ട് ഹാജറ ബീവി ചോദിച്ചു, നിന്റെ കയ്യിൽ വല്ല സഹായം ഉണ്ടെങ്കിൽ എന്നെ സഹായിക്ക്.
ഈ ഹദീസ് എടുത്തുകൊണ്ട് സാധാരണ നമ്മുടെ നാട്ടിലെ കുബൂരികൾ അള്ളയില്ലാത്തവരോട് പ്രാർത്ഥിക്കാം, അഭൗതികമായി മറ്റുള്ളവരോട് സഹായം തേടാമെന്ന് സാധാരണ പറയാറുണ്ട്. അങ്ങനെ ഒരു മുസ്ലിയാർ തെളിവ് ധരിച്ചപ്പോ സലാഹു സുല്ലമി തന്റെ ലേഖനത്തിൽ അതിന് മറുപടി പറയുന്നു. എന്താ പറയുന്നത് കേട്ടോളൂ. ഹാജറ ബീവിയുടെ മലക്കിനോടുള്ള ഈ സഹായം തേടൽ ബ്രാക്കറ്റിൽ ഇസ്തിഹാസ ശിർക്കാണെന്ന് ഒരു വഹാബിയും വാദിച്ചിട്ടില്ല, വാദിക്കുകയുമില്ല. ഈ പുരോഹിതന്മാർക്ക് കാര്യകാരണ ബന്ധത്തിനപ്പുറം അഭൗതിക മാർഗം, മറഞ്ഞ വഴി എന്നെല്ലാം പറയുന്നതിന്റെ ആശയം എന്താണെന്ന് മനസ്സിലാവാതെ പോയതാണ് ഇത്തരം വിഡ്ഢിത്തങ്ങൾ എഴുതാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്. ഹറാം തിന്നുന്നവർക്ക് സത്യം ഗ്രഹിക്കാൻ പ്രയാസമായിരിക്കുമെന്ന് ഇമാം ഗസാലിയെ പോലുള്ള പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചത് വളരെ യാഥാർത്ഥ്യമാണ്. എന്നിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം ഇതിൽ പറയാ. എന്താ ഉദാഹരണം കേട്ടോളൂ. ഈ സംഭവത്തിന് ഉദാഹരണം പറയാണ്. നോക്കുക, നാം പറയുന്ന ഈ വാദം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെയാണ് ഇവർ ഖണ്ഡനം എഴുതുന്നത്. എന്നിട്ട് ജബ്ബാർ മൗലവി പറഞ്ഞ പോലെ ഒരു ഉദാഹരണം സലാഹു സുല്ലമി തന്റെ ലേഖനത്തിൽ എഴുതുക. കണ്ടോളൂ എന്താ പറയുന്നത്. ഒരു മുസ്ലിയാർ ഒരു മരുഭൂമിയിൽ അകപ്പെട്ടു, വിജനപ്രദേശത്ത് അകപ്പെട്ടു. ദാഹജലത്തിന് വേണ്ടി അയാൾ നെട്ടോട്ടമോടുകയാണ്. വെള്ളമില്ല കുടിക്കാൻ, മരിക്കാറായി. അങ്ങനെ നെട്ടോട്ടമോടുകയാണ്. അപ്പോൾ അയാൾ ഒരു അശരീരി കേട്ടു. അശരീരി പലതുകൊണ്ടും കേൾക്കാലോ. അങ്ങനെ അശരീരി കേട്ടു. ആ ഹാജറ ബീവിയുടെ സംഭവത്തെ അടിസ്ഥാനമാക്കി അയാൾ ആ ശബ്ദം പുറപ്പെടുവിച്ച ആളെ ഉദ്ദേശിച്ചുകൊണ്ട് നിന്റെ അടുക്കൽ വെള്ളമുണ്ടെങ്കിൽ എന്നെ സഹായിക്കൂ എന്ന് ദയനീയമായ സഹായനേട്ടം നടത്തിയാൽ മുസ്ലിയാർ ശിർക്ക് ചെയ്യുന്നില്ല. അപ്പോ ഒരാൾ മരുഭൂമിയിൽ അകപ്പെട്ടു പോയി, ഒരു ശബ്ദം കേട്ടു. അപ്പൊ അയാൾ ചിന്തിക്കാണ്, ഹാജറ ബീവിയുടെ അടുക്ക പണ്ട് മലക്ക് വന്നിട്ടുണ്ട്, ആ മലക്ക് ഇവിടെ വന്നാലോ, ആ മലക്ക വരും, അങ്ങനെ എനിക്ക് വെള്ളം തരും എന്ന് അയാൾ നനച്ചിട്ട് എനിക്ക് വെള്ളം തരുമോ, ആ ശബ്ദം പുറപ്പെടുവിച്ച ആൾ ഉദ്ദേശിച്ചിട്ട് എനിക്ക് ഇച്ചിരി വെള്ളം തരുമോ എന്ന് ചോദിച്ചാൽ, സഹായം ആവശ്യപ്പെട്ടാൽ മുസ്ലിയാർ ശിർക്ക് ചെയ്യുന്നില്ല. കണ്ടോ, ഇത് സലാഹു സുല്ലമി എഴുതാ. അപ്പോ ചെറിയ മുണ്ടം എഴുതി, സലാഹു സുല്ലമി എഴുതി, ജബ്ബാർ മൗലവിയും എഴുതി. എന്താണ് തങ്ങൾക്ക് പറയാനൊരു വാദം എന്നന്വേഷിച്ച് നടന്ന ഈ മടമൂരികൾ ജബ്ബാർ മൗലവിയുടെ വാചകത്തെ സന്ദർഭത്തിൽ നടത്തി മാറ്റി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അതേ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു, ജിന്നുകളോട് സഹായം തേടാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു, അതിന് ജബ്ബാർ മൗലവി അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന പച്ചക്കള്ളം ഈ നാട് നീളെ പ്രചരിപ്പിക്കുകയാണ്. ജബ്ബാർ മൗലവിയുള്ള ഈ സദസ്സിൽ ജബ്ബാർ മൗലവി സാക്ഷി നിർത്തിക്കൊണ്ട് ആ വാദത്തിന് മറുപടി പറയുന്നു. ഒരിക്കലും അങ്ങനെ ഒരു വാദം മുജാഹിദ് പ്രസ്ഥാനം അവതരിപ്പിച്ചിട്ടില്ല, അവതരിപ്പിക്കുകയുമില്ല. കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിനെ ദുർവ്യാഖ്യാനിക്കുന്നവർ ദുരുദ്ദേശത്തോടെ ഈ പ്രസ്ഥാനത്തെ നോക്കിക്കാണുന്നവർ മാത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്. ഇയാൾക്ക് മാത്രമല്ല, ജബ്ബാർ മൗലവിയെ ന്യായീകരിക്കുന്ന ആരൊക്കെയുണ്ടോ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്കും ഇന്ന് വരെ, ഈ സമയം വരെ നിലപാട് പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്താ തെറ്റതില്? ഇയാൾക്ക് മാത്രമല്ല, ജബ്ബാർ മൗലവിയെ ന്യായീകരിക്കുന്ന ആരൊക്കെയുണ്ടോ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്കും ഇന്ന് വരെ, ഈ സമയം വരെ നിലപാട് പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്താ തെറ്റതില്?